കരുതലിൽ നാം എന്നും ജീവിക്കണം. നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് വകുപ്പാണ് ഇതിന് നേതൃത്വം ഭാഗമായി നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് ഇങ്ങനെ മനസ്സിൽ കാണുകയായിരുന്നു. എന്താണ് നിങ്ങൾ പാടിയത്? ഈശ്വരനെ പുകഴ്ത്തിയിട്ട് ഈശ്വരൻ നിങ്ങളെ കൂടെ ഉണ്ടാവും പറഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞത് ഈശ്വരൻ എന്താണ്? കർമ്മമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് ഈശ്വരൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ വകുപ്പുകളും സംസ്ഥാന എന്താണ് പേര്? ഓപ്പറേഷൻ തൂഫാൻ. എന്താ തൂഫാന്റെ അർത്ഥം? തൂഫാന്റെ അർത്ഥം എന്താ? നമ്മുടെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഈ സാറന്മാരും എല്ലാവരും കൂടെ ചേർന്ന് നമ്മളൊരു പദ്ധതി തിരിക്കണം. ഈ പദ്ധതി ഒന്ന്, ഉറവിടത്തിൽ ചെന്ന് നശിപ്പിക്കാം. ഈ മാഫിയയെ തേടി പിടിച്ച ബഹുമാനത്തോടു കൂടി നിങ്ങൾ ക്ലാസ് എടുക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശിക്ഷത്തിലെ എൻ്റെ കുഞ്ഞുമക്കളെ, നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ ധനഞ്ജയദാസ് സാറാണ് വരാമെന്നേറ്റിരുന്നത്. അദ്ദേഹത്തിന് അത് അറിഞ്ഞെടുത്തതിനല്ലേ, അതായത് മനസ്സറിഞ്ഞ് അതിലെ കണ്ടൻസ് എല്ലാവരും പേപ്പർ വയ്ക്കുന്നുണ്ടല്ലോ. മാതൃഭൂമിയിലെ സീഡ്സ് എന്ന ക്ലബിലെ അംഗങ്ങളാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഈ അമ്മയെ ഈ മകൻ കഴുത്തറുത്ത് കൊന്നിട്ട് അവനെ ഭരിക്കുന്നത് ലഹരിയാണ്. ലഹരിയുടെ ഞാൻ പറഞ്ഞില്ലേ, നീരാളി പിടുത്താണ് അവനെ ഭരിക്കുന്നത്. അങ്ങനെ അവന് പൈസ കിട്ടിയില്ല. അമ്മ മരിച്ച കഴിഞ്ഞ് എങ്ങനെ പൈസ കിട്ടുമെന്ന് അവനറിയില്ല. അവനമ്മക്ക് ഭ്രാന്ത് പിടിച്ച പോലെ അവന്റെ കൂട്ടുകാരനോട് ഈ കാര്യങ്ങളൊക്കെ കൂട്ടുകാരൻ വന്നിട്ട് നോക്കിയപ്പോ ഈ കഴുത്തറുത്ത് മരണപ്പെട്ട നിലയിൽ കിടക്കണ അമ്മയെ കണ്ടു. വേഗം അവന്റെ ബൈക്കിന്റെ പുറകിൽ കയറാൻ പറഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞപ്പോ കൂട്ടുകാരനോടും പറഞ്ഞു, എനിക്ക് ഒരു സംഭവം മാത്രമാണ്, ലഹരി ഓരോരുത്തരുടെയും ശരീരത്തിൽ കയറിയാൽ പ്രവർത്തിക്കുന്നത് പല തരത്തിലായിരിക്കും, പല ഇഫക്റ്റ് ഉണ്ടാവും. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനല്ല ഈ കഥ പറഞ്ഞത്, അതിന്റെ ഭീകരത മനസ്സിലാക്കി തരാനാണ്. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, ഒരിക്കലും ലഹരിയുടെ വഴിയിൽ പോവില്ല എന്ന് നിങ്ങൾ സ്വയം മനസ്സിൽ ഉറച്ചാൽ മതി. പിന്നെ മറ്റേ ഇതുകൾ ഗൂഗിളും ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കണ്ടാവും. അപ്പൊ നെറ്റിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, ഇല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ അറിയാത്ത സൈറ്റുകൾ കൂടെ ഒക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇന്നലെ കണ്ടപ്പോൾ ഇതിൽ വന്നതാണ്. ഈ എയർപോർട്ടിൽ നിന്നൊക്കെ ഇവിടുന്നൊക്കെ വരുമ്പോൾ കുറെ കഞ്ചാവ്, MDMA കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കടത്തിക്കൊണ്ടുണ്ട്. എമർജൻസിയുടെ ഉള്ളിലടക്കം അതിൻ്റെ ഉള്ളിലടക്കം വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. കണ്ടെത്തി ജാഗ്രതയോടെ അത് കടത്തിക്കൊണ്ടുവരുന്ന ആളുകളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാറുണ്ട്. യുവതലമുറ, ഭാവിയുടെ മുകളമായ നിങ്ങളും ഒക്കെപ്പാടെ ചേർന്നിട്ടാണ് ഒരു രാജ്യത്തിന്റെ ഭാവി അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭാവി. നമ്മളാണ് നമ്മളെ തെരഞ്ഞെടുക്കുന്ന ആളുകളെ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് നമ്മുടെ സ്കൂളിൽ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള നമ്മുടെ PTA പ്രസിഡന്റ് അസീസ് മാസ്റ്റർ അവറുകൾക്കും, ഇങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഉടനെ തന്നെ ഒരു ലഹരി വിരുദ്ധ ഡാൻസ് നടത്തിയ 6B ക്ലാസ്സിലെ അബുദിയക്കും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നന്ദി അറിയിക്കുന്നു.